വെൽക്കം സാർ. ഇനി ഡോക്ടർ ഡെസ്കിലാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. കാരണം പേഷ്യൻ്റ് ഡോക്ടറുടെ ഫ്രണ്ടിൽ റൂമിൽ എത്തിക്കഴിയുമ്പോൾ ഡോക്ടർ ഡെസ്കിലാണ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അഡ്മിൻ പാസ്വേഡ് മാറി നമ്മൾ ഡോക്ടേഴ്സ് ഡെസ്കിൽ തന്നെ ലോഗിൻ ചെയ്യുന്നു. ഡോക്ടറുടെ യൂസർ നെയിം ഡി സ്മോൾ ലെറ്ററാണ്, പാസ്വേഡ് ഡി. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലെ ഡോക്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും പേഷ്യൻസ് ഇന്നത്തെ ദിവസം ഡോക്ടർ അരുണിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പേഷ്യൻസ് ഡോക്ടറെ കാണാനാണ് ഇരിക്കുന്നത്. OP രജിസ്റ്റർ ചെയ്ത ഓർഡറിൽ തന്നെ ഇങ്ങനെ ക്യൂ വരും. ആദ്യം കോമളം എന്ന് പറയുന്ന പേഷ്യൻ്റാണ് ഡോക്ടറുടെ അകത്തേക്ക് റൂമിലേക്ക് വരുന്നത്. അപ്പോൾ കോമളം എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ താഴെ ആഡ് കൺസൾട്ടേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് UHID, പേര്, ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങളെല്ലാം വരും. അലർജീസോ മറ്റു ഡീറ്റെയിൽസ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അലർജീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ ഡോക്ടർ തന്നെ ഡസ്റ്റ് അലർജി അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റിനെ ഡോക്ടർ ഓപ്പൺ ആക്കുമ്പോൾ അലർജീസിൻ്റെ ലിസ്റ്റിൽ ഇത് വന്നുള്ളൂ. ഇനി ഡോക്ടർ പേഷ്യൻറ്റിനെ പരിശോധിക്കുന്നു. അതിനുശേഷം ഫാർമസിയിലേക്കുള്ള മരുന്ന് കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫാർമസി സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ജനറിക് നെയിം അറിയില്ലെങ്കിൽ ഫാർമസിയിലേക്ക് നമ്മുടെ ഐറ്റം സ്റ്റോക്കിലേക്ക് വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് ഡോക്ടർ എൻ്റർ ചെയ്യുന്നതെന്ന് കരുതുക. അതിന് ആദ്യ ലെറ്റർ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ PAN എന്ന് കൊടുത്തപ്പോൾ PAN 40 വരുന്നു. ഡോസേജാണ് ചോദിക്കുന്നത്. ഹാഫാണോ 1 ആണോ കഴിക്കുന്ന രീതി. ഇപ്പോൾ 1 ആണെങ്കിൽ 1 സെലക്ട് ചെയ്യുന്നു. ഫ്രീക്വൻസി രാവിലെ ഉച്ചയ്ക്കാണോ, ഉച്ചയ്ക്ക് മാത്രമാണോ, ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എത്ര ദിവസത്തേക്ക്? ഒരു 5 ദിവസത്തേക്ക്. ക്വാണ്ടിറ്റി ഒരു 10 എണ്ണം, എത്രയാണോ അത്രയും കൊടുത്ത് വിടുന്നു. നെക്സ്റ്റ് അടുത്തൊരു ടാബ്ലറ്റ് എന്തെങ്കിലും കുറിക്കുന്നു എന്ന് കരുതുക. എക്സാമ്പിളായിട്ട് ഇത് കൊടുക്കുന്നു. ഇതും ഡോസേജ് ഡോക്ടർക്ക് ഇവിടുന്ന് തീരുമാനിക്കാം. ഹാഫ് വീതമാണ്. ഫ്രീക്വൻസി ഉച്ചയ്ക്ക്, ഡേയ്സ് 5 ദിവസത്തേക്ക്. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിനുള്ള ഫാർമസിയിലേക്കുള്ള പ്രിസ്ക്രിപ്ഷനായി. കൺസൾട്ടേഷൻ സേവ്ഡ്. അപ്പോഴാണ് ഈ പേഷ്യൻറ്റിന് നമുക്ക് ലാബിലേക്ക് വല്ല കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റിന് വിടുന്നു. ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടുമ്പോൾ ഇവിടെ ഫാർമസിക്ക് പകരം ലാബ് സെലക്ട് ചെയ്യുന്നു. അതിനു മുമ്പ് OPQവിൽ നിന്ന് ഈ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്ത് ആഡ് കൺസൾട്ടേഷൻ വീണ്ടും കൊടുക്കുന്നു. പേഷ്യൻ്റ് ഓപ്പൺ ആകുന്നു. ലാബ് സെലക്ട് ചെയ്യുന്നു. ലാബിലേക്കുള്ളൊരു ടെസ്റ്റ്, കൊളസ്ട്രോൾ, പിന്നെ എന്തെങ്കിലും ടെസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നു. ഈ 2 ടെസ്റ്റും ഈ പേഷ്യൻറ്റിന് ലാബിലേക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഈ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. വീണ്ടും OPQ എടുക്കുന്നു. അടുത്ത പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. ആഡ് കൺസൾട്ടേഷൻ കൊടുക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു. ഫാർമസി ആണെങ്കിൽ ഫാർമസി, ലാബ് ആണെങ്കിൽ ലാബ്. ഓക്കെ, താങ്ക് യു.